ഹൗസിലെ എല്ലാവർക്കും ഇപ്പോൾ രതീഷിനോട് ചെറിയൊരു ഭയപ്പാട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. രതീഷ് അവിടുത്തെ ഗെയിമറാണോ അതോ അടുത്ത ആഴ്ച പോകുന്ന ഗസ്റ്റ് ആണോ എന്നുള്ള ഒരു സംശയത്തിലാണ് എല്ലാവരും. എന്തായാലും തുടക്കത്തിൽ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഗസ്റ്റ് ആണ് എന്നുള്ള രീതിയിൽ പെരുമാറിയിരുന്നതെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും രതീഷിന്റെ അടുത്ത് ചെറിയൊരു കലിപ്പ് മോഡാണ്. രതീഷ് അവിടെ ഗെയിം ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് എല്ലാവരും പറയുന്നത്. പവർ റൂമിൽ ഇരുന്നു കൊണ്ട് ശ്രീരേഖയും ശരണിയും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ശരണി പറയുന്നുണ്ട്, ലാലേട്ടൻ വന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ ചോദിക്കാണ് രതീഷ് ഇവിടെ കണ്ടിന്യൂ ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഞാൻ ശരിയെന്ന് പറയാനായിരുന്നു വിചാരിച്ചിരുന്നത്. ഇപ്പോഴത്തെ നിലയിൽ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല, രതീഷ് ഇവിടെ തുടരണ്ട എന്നുള്ളതാണ് എന്റെ തീരുമാനമെന്ന് ശരണ്യ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ശ്രീരേഖയും പറഞ്ഞു, അത് തന്നെയാണ് എന്റെയും തീരുമാനം, അയാളുടെ കളി ഇവിടെ നടപ്പില്ല, അയാളെ ഞാൻ കളിപ്പിക്കില്ല എന്നുള്ള രീതിയിൽ ശ്രീരേഖയും പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ വീട്ടിലുള്ള എല്ലാവരും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ജെൻസ് ബോയ്സ് എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. സിജോയും എല്ലാവരും. അക്കൂട്ടത്തിൽ ഇല്ലാതിരുന്നത് ജിൻഡോ മാത്രമാണ്. ബാക്കി എല്ലാ ജെൻസും കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ട്, എന്തായാലും ഇപ്പൊ ഗെയിം സ്റ്റാർട്ട് ചെയ്ത മട്ടാണ് രതീഷ് ഇവിടെ നിൽക്കുന്നത്. നെക്സ്റ്റ് വീക്ക് രതീഷ് ഇവിടെ ഉണ്ടാവാനാണ് ചാൻസ്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പോയി കഴിഞ്ഞാൽ ആ കൂട്ടത്തിലേക്ക് രതീഷിനെ കയറ്റി അങ്ങനെ 16 പേര് ഇവിടെ ഉണ്ടാവും. അതായിരിക്കണം ബിഗ് ബോസിന്റെ പ്ലാൻ എന്നാണ് തോന്നുന്നത്. എന്തായാലും നമ്മുടെ അടുത്ത് ഒരു ഒപ്പീനിയൻ ചോദിക്കുകയാണ്, രതീഷിനോട് നിർത്തണോ വേണ്ടയോ, നിങ്ങളുടെ ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല എന്ന് ഗബ്രി അവിടെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു രതീഷ് ഇവിടെ തുടരണ്ട എന്നുള്ള തീരുമാനം. എന്തായാലും ഇവരുടെ തീരുമാനത്തിലല്ലല്ലോ എന്തായാലും ബിഗ് ബോസ് ഒരാളെ ബിഗ് ബോസ് വീട്ടിൽ നിയമിക്കുന്നത്. അതെന്തായാലും ബിഗ് ബോസിന്റെ തീരുമാനമായിരിക്കും. അല്ലാതെ ഇവരോട് ചോദിച്ചിട്ട് നിയമിക്കുമെന്ന് വിചാരിക്കാനായിട്ട് ഇവരെന്താ ആരാണ്? അവിടെ ബിഗ് ബോസ് ഇപ്പൊ ചോദിക്കും ഇവരുടെ അടുത്ത് വേണോ നിർത്തണോ വേണ്ടയോ എന്നുള്ളത്. അതൊക്കെ ബിഗ് ബോസിന്റെ മാത്രം തീരുമാനങ്ങളാണ്. എല്ലാവരും എന്തായാലും രതീഷിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ സിജോ മാത്രമാണ് രതീഷിനൊപ്പം നിന്നുകൊണ്ട് ഗെയിം കളിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഏക വ്യക്തി. പിന്നെ രതീഷിന് കൂട്ടായിട്ട് അവിടെ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ജിൻഡോയാണ്.